ഹലോ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ എന്താ പ്രശ്നം? പുല്ല എവിടെയാണ്? വീട്ടിലുള്ള അന്നൊരു കാര്യം ചെയ്യും, പുലിനെ പൂട്ടിയിടുക, പുറത്തുനിന്ന് കുറ്റിയിടുക, ആരും ഉള്ളിൽ കയറരുത്, പുലിനെ ഉപദ്രവിക്കരുത്. ഓക്കെ? ഹലോ ഫയർഫോഴ്സ്. പശു കിണറ്റിൽ വീണോ? കുടിക്കുന്ന വെള്ളത്തിൽ കിണറ്റിൽ വീണോ? എവിടാ സ്ഥലം? ആ അറിയാം, ഇപ്പത്തി. ഹലോ പോലീസ് സ്റ്റേഷൻ. എന്താണ്? കള്ളനോ? എവിടെ? പൂട്ടി വെച്ചിട്ടുണ്ടാ? വെരി ഗുഡ് വെരി ഗുഡ്. അതെ, ഒരു കാരണവശാലും തുറക്കരുത് കേട്ടാ. ഇത് എവിടെയാ? സ്ഥലം എവിടെയാ? പറഞ്ഞല്ലുണ്ട് മോള് നോക്കിപ്പോയി. എന്താണ്? എന്തേ? പോയിട്ട് വാ, എന്താ കാണിച്ചു തരാം. എന്താടാ? വെളുത് കാണുന്നുണ്ടാ? എന്തേ? തേനീച്ച കുത്തിയതായത്. പടച്ചോനെങ്കി എന്തിനാണ് അതിന്റെ ചോട്ടി പോയി നിക്കണേ? ഞാൻ പുരയിലെ കക്കൂസിൽ വെള്ളയിലേറ്റ് പെങ്ങളെ വീട്ടിലേക്ക് കക്കൂസ് പോയത് അതിനോടി. അന്നേരം കിട്ടിയത്. ഇനി വേറെ സ്ഥലത്തൂടി എന്റെ എനക്കൂടെ പറപ്പിക്കണ്ടേക്ക്. 420 പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ട് തേനീച്ച കൊടുത്ത് മാറ്റിയല്ലേ പിലാവ് മുറിക്കുന്നില്ല. മുറിച്ച് കളഞ്ഞോന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാനാ? എന്നിട്ടാണ് എന്റെ ബാക്കിയുള്ള ഭാഗം കൂടി കുത്തി നശിപ്പിക്കൂല്ലേ? അല്ല ഈ എന്നിട്ട് ഇപ്പൊ അതിലെന്താ മഞ്ഞൾ തേച്ച് വെച്ചേ? പിന്നെ മഞ്ഞളാക്കാണ്ട് ഞാൻ ആക്കണ്ടേ? അതിന്റെ മുള്ളെടുത്ത് കളഞ്ഞാ എന്നെ കൊണ്ട് ഇരുന്നുണ്ടെങ്കിൽ പഴുക്കോ? ആ കൊമ്പ് ഈന്റെ കൊമ്പ് ഞാൻ വെട്ടി മാറ്റി നിങ്ങൾ പോയി തൂക്കാനെ വിളിക്കണം. പെരാന്തെടുക്കുന്നിട്ട് അങ്ങനെ ഓനടന്ന് തുള്ളലും കൂട്ടി കുത്തിരി. നിങ്ങളോട് ഈ ചായനെ എടുത്ത് മാറ്റി എത്ര കായ ഞാൻ പറയുന്നത്? ഇപ്പൊ എന്റെ കവിള് നോക്കറ നിങ്ങക്ക്. എന്റെ ചന്തി ഏതാ കവിള് ഏതാ തിരിയാത്ത അവസ്ഥയിലായിരിക്കും. പിന്നെ കുത്തിയില്ലേ? അല്ല ഞാൻ പറയാ, ഒരിക്കലും എന്നെ കുത്തി എനിക്ക് കുത്തണെന്ന് പറയാ. നിങ്ങൾ എന്തെന്നാന്ന് ഞാൻ വെറുതെ അങ്ങോട്ട് കാര്യം വന്നാണ്ടല്ലോ. നിങ്ങൾക്ക് എന്നെ തിരിഞ്ഞിക്കില്ല. അറിയാലോ നിങ്ങൾക്ക് വേണ്ടത്തെ കാര്യമല്ലോ. അല്ല സുധിയെ, ഇതിപ്പോ ഞമ്മള് നട്ടു വളർത്തിയ തേനീച്ചക്കൂടൊന്നല്ലല്ലോ സുധി, അത് മനസ്സിലാക്കി. ഇതിപ്പോ എന്റെ പെരയിലാണെങ്കിലും ഞമ്മളെ കുത്തിയാൽ എന്താക്കി എന്താ പറയാ? എന്റെ പുരയിൽ ഇത് കൂട് കൂട്ടിട്ട് അന്നേരം ഞാൻ കാണിച്ചു എന്നാ ചെയ്തെന്നില്ല. എന്നാലേ ഞാൻ പറയാതെ ഓന്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് കൂട് കൂട്ട്. ഓൻ എന്താ ചെയ്തോട്ടെ. ഈ കുത്തിയും കൊണ്ട് ഞാനങ്ങ് വന്നാണല്ലോ. ചക്കയുടെ മുഴുപ്പായില്ലേ കൂട്? നിങ്ങളുടെ കണ്ണി പെട്ടില്ലേ അത്? സദാചേട്ട നിങ്ങളെ ഭർത്താനം കേട്ടാ നമ്മള് രണ്ടാളും കൂടി പിടിച്ച് വലുതാക്കാൻ തോന്നല്ലോ. നിങ്ങൾ 24 മണിക്കൂർ പെരക്കകത്ത് കയറിയിരിക്കുന്നോണ്ട് നിങ്ങൾക്ക് കുത്ത് കിട്ടണില്ല. ഇതിലൂടെ കിട്ടില്ല നിങ്ങളൊന്ന് പറയരുത്. എത്ര കുത്ത് എനിക്ക് കിട്ടിയെന്ന് അറിയോ? അല്ല അത് നാട്ടുകാരെ കവളത്ത് ഞങ്ങൾ തേനെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് മുറിച്ച് മാറ്റി കൊടുന്ന പിന്നെ എന്തും അലാക്കിലെ ഭർത്താനാക്കി പറയണത്. ഈ ഒരു തേനീച്ചക്കൂട് കാരണം ഇത്രയും നല്ലൊരു പ്ലാവ് മുറിച്ചു മാറ്റി ഒരു 15 കൊല്ലം കഴിഞ്ഞ് എനിക്ക് അതിനത്ര ബലട്ടു. നിങ്ങൾക്ക് പ്ലാവാണ് വരുന്നത് അല്ലേ? പിന്നെ അല്ലാണ്ട് ഇക്കിന്റെ പ്ലാവന്നല്ലേ വലുത്. നിങ്ങൾ ഇത്രയും കാലം ഇത് കണ്ടിട്ടില്ലേ ഇവിടെ? ഞാൻ ഈ വർത്തമാനം പറയാൻ മാത്രം അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് കൂട്ടായിട്ട് നിന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം. അല്ലാണ്ട് ഇന്നെ വെളിയെ വന്നിങ്ങനെ ചീത്തറിഞ്ഞോണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ പറയും, ഞാൻ കൊടുക്കാം. മുറിച്ച് മാറ്റല്ലാണ്ട് വേറെ പറയും. വല്ലാണ്ട് തൊള്ളർക്കണ്ട. അയറ്റെല്ലാം കൂടി പാഞ്ഞു വന്ന് കുറ്റി അലമ്പാക്കും തന്നെ. അയച്ചലായി.
ഇത് ഇപ്പൊ പിഴിഞ്ഞ ഒരു 5 ലിറ്റർ തേൻ കിട്ടും. നിങ്ങൾക്കറിയോ പി ഐ? എനിക്കറിയാമെങ്കിൽ നിങ്ങൾ പോലും അറിയാണ്ട് ഞാൻ എടുത്തോണ്ട് പോകും. എന്നാ പിയാൻ അറിയുന്ന ആരെങ്കിലും കൊണ്ടുവരുന്നേ പിഞ്ഞ് കൊണ്ടേക്കോളി. നമുക്ക് തേനും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട, അത് ഒഴിവായി കിട്ടിയാ മതി. നമുക്ക് തേനൊന്നും വേണ്ടത്, എന്റെ ആവശ്യമല്ല. ഇവിടെ ആൾക്കാർക്ക് ശല്യമാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ഞാൻ പീന്നതിന് മുന്നേ ഇതിന്റെ അടുത്ത് മാറ്റിക്കോളി. ഇപ്പൊ ഇങ്ങനെ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് വന്നത് എങ്ങോട്ടും പോയിക്കൂടെ, കുത്തുകൊണ്ടാ പിന്നെയും ചത്തുവല്ലേ മൊയ്തൂക്ക. അതിന്റെ മുന്നത്തെ ചില്ലാണ് പോയി. അത് ഓട്ടിപ്പോയി. ശരി. എടാ ചില്ലില്ലെങ്കിൽ പിന്നെ തേനീച്ച വന്നെ മുഖത്ത് കുത്തൂല ഹിമാറെ. തേനീച്ചക്ക് അറിയാവുന്ന ചില്ലിന്റെ കാര്യം നിങ്ങൾ പേർക്ക് അതൊന്നും പറയണ്ട. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണോ? ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി നിങ്ങളെ വൈകി മുടക്കുവാ. വയ്യ മുടക്കി താഴത്തെ കൊമ്പ് ഞാൻ തൂങ്ങി വരിക്കുക. സുജയും മാണ്ടാത്ത കാര്യം ചിന്തിക്കണ്ടോ. ഇവിടെ കൂട്ടായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം പരിഹാരം ഉണ്ടാക്കണ്ട്. കൂട്ടായിട്ട് മെമ്പറെ, ഞാൻ ഇവന്റെ കാറിൽ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവന് തേനീച്ചല്ല കാട്ടുകടന്നല കുത്തേണ്ടത്. എന്നെ കൊണ്ട് പറപ്പിക്കെടുത്ത ഞാൻ പറയാ കാര്യം. ഇത് കൊറേ കാലം അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു തേനീച്ച കൂട്. ഇത് ചെറിയതായിരുന്നു. ഞാൻ പറഞ്ഞു എടുത്ത് മാറ്റി ലിപ്പിടെ വലിയതായി. ഇപ്പൊ എത്ര കുത്തായിരിക്കും കിട്ടിയത് നിങ്ങൾ അറിയാം. ഇപ്പൊ അവസാനമായിട്ട് കിട്ടിയ എന്റെ മെമ്പർ മോളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി. നിങ്ങളൊക്കെ വർത്താനം കേട്ടാ വിചാരിക്കും ഞാനും സൂര്യൻ കൂടി നട്ട് വളർത്തനാണിതെന്ന്. നമ്മൾ നട്ട് വളർത്തിയത് പ്ലാവാണ്, അല്ലാണ്ട് തേനീച്ച കൂടല്ല. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാരണം നിങ്ങളെ പഞ്ചായത്ത് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കി. അല്ല മൊയ്തൊക്കെ അപ്പൊ നിങ്ങളുടെ പറമ്പിലല്ലേ ഈ പ്ലാവും തേനീച്ചൊക്കെ? പഞ്ചായത്ത് ഇപ്പൊ എന്ത് ചെയ്യാനാണ് ഇതില്? ഈ ആ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോയിട്ട് പറയും ഇതിനൊന്നും എടുത്ത് മാറ്റാൻ. മൊയ്തൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഫോറസ്റ്റിൽ അങ്ങ് പോയി പറയും. കാട്ടിലോ? അല്ല മൊയ്തൊക്കെ ഫോറസ്റ്റ് ഓഫീസില്. അതിന് തേനീച്ച മൃഗാണോ? അതിന് മൃഗ അല്ല ഈ തേനീച്ച ഇതൊക്കെ ഫോറസ്റ്റിന്റെ അണ്ടറിലാണ് വരിക. നിങ്ങൾ ഓരോട് പോയി പറയും. ആണോ? അപ്പൊ ഈ ഫോറസ്റ്റിന്റെ ഓഫീസ് എവിടെയാണ് മോളെ? നമ്മുടെ ഓവർസിയർ ശശാങ്ക സാറില്ലേ, പുള്ളിന്റെ വീടിന്റെ അപ്പുറത്തന്നെ തന്നെ പോയാ മതി. അപ്പൊ ഈ ഇപ്പൊ അങ്ങോട്ടാ പോണു? ഞാൻ പഞ്ചായത്തേക്ക്. അപ്പൊ മോളൊരു കാര്യം ചെയ്യും, അങ്ങോട്ട് പോണ വഴി ആ ഫോറസ്റ്റ് ഓഫീസിൽ ഒന്ന് കേറിയിട്ട് പറയും ഇവിടെ മൊയ്തുക്കാന്റെ തേനീച്ചനെ കൊണ്ട് പ്രശ്നമാണ്, ഒന്ന് എടുത്ത് മാറ്റിയെന്ന്. അല്ല ഇത്ത അവിടെ ഇന്ന് കോഴിക്കുഞ്ഞുങ്ങൾ കൊടുക്കണതാ. എനിക്ക് അങ്ങോട്ട് പോണം സമയത്ത്. കോഴിക്കുഞ്ഞ് കുത്തിയാൽ ആരും ചാവൂല, കുത്തിയാ ചാവൂ. അല്ലത്തെ നിങ്ങളുടെ പറമ്പിലല്ലേ ഇരിക്കണം, നിങ്ങളല്ലേ പോയി പറയട്ടെ. ഇപ്പൊ ഞാനെന്ത് കേട്ടാണ്? ഞാൻ പോയിക്കോളാം, ഫോറസ്റ്റ് ഓഫീസിൽ നമ്മൾ പോയിക്കോളാം. അല്ല അപ്പൊ അതെന്താ ഓള് അങ്ങനെ ഇല്ലല്ലോ നമ്മളോട് പറഞ്ഞത്. ഇവിടെ വോട്ട് ചോദിച്ചു വരുമ്പോ എന്താ പറഞ്ഞ നിങ്ങളുടെ എന്താവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതൊക്കെ പോയിട്ട് നടത്തുന്നല്ലേ. അതിന് തേനീച്ചന്റെ പ്ലാവിന്റെ കാര്യം പഞ്ചായത്ത് പോകണം ഞങ്ങൾ പറയണേ. പിന്നെ അല്ലാതെ ഇന്റെ തേനീച്ചനോട് ഞാൻ പറയാണ് ഇതിനെ കുത്തണം എന്ന് തോന്നുമ്പോ 4 കുത്ത് ഓക്കട്ടെ കുത്തിക്കോ. ഇവിടെ വെറുതെ ഇങ്ങനെ നടക്കാനും നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ഫോറസ്റ്റിൽ പോയി പറഞ്ഞ് പറയാം. സാറേ, രണ്ടുപേര് കാണാൻ വന്നേക്കണ്. ആനക്കേസാ? അല്ല, എന്തോ ഒരു ഈച്ചക്കേസാ. ഈച്ചക്കേസാ? ആ, എന്നാ വരാൻ പറയും. എന്താ സാറേ, ഞമ്മളെ പേര് മൊയ്തു. ഇത് നമ്മളെ കെട്ടിയോളാണ് സൂറ. സാറിന്റെ പേരെന്താ? എന്റെ പേര് ബേബി എന്ന് പറയും. പെണ്ണുങ്ങളെ പേരാ? പെണ്ണുങ്ങളല്ല, ആണുങ്ങളെ. എന്റെ പേരാ. സാറിന്റെ പേരാണ്. അപ്പൊ നമ്മള് വന്നെന്താ വെച്ചാലേ, നമ്മളെ പെരയിൽ ഒരു പ്ലാവുണ്ട്. അത് വിൽക്കാൻ വന്നാ? അല്ലല്ല, ആ പ്ലാവ് കൊണ്ട് ഇപ്പൊ നമ്മള് വലിയ അടങ്ങാറില്ല. ഈ പ്ലാവിന്റെ മേലെ ഒരു തേനീച്ചക്കൂടുണ്ട് സാറേ. തേനീച്ചക്കൂട് പണ്ട് ചെറുതേനി, ഇപ്പൊ അതേ കൂടി വലുതായിക്കണ്. അപ്പൊ അവനെ ഇഷ്ടം പോലെ തേനൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ആ തേനൊക്കെ അടക്കട്ടെ, അതുകൊണ്ടല്ല ഇപ്പൊ ഈ തേനീച്ചകൾ കൊണ്ട് ഞങ്ങളിപ്പോ ആകെ ഇടങ്ങറായിട്ട് നിൽക്കുക. എന്താ അടങ്ങറ്? കാരണം ഇതിന്റെ മേലെ തേനീച്ചകൾ വന്നിട്ട് അയൽവാസികളൊക്കെ കുത്തുക, നമ്മളെയും കുത്തുക. എത്ര കുത്താ കിട്ടണ വെച്ചിട്ടാ. അതുകൊണ്ട് അപ്പൊ നാട്ടുകാര് മുഴുവൻ ഇപ്പൊ വന്ന് പരാതി പറയാ. ഇനി പോര് പറഞ്ഞ നമ്മള് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്ന. അപ്പോഴാണ് റാണി പറയണത് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടാ പറയേണ്ടത്. തേനീച്ചല്ല റാണിയാ? അല്ലല്ല, നമ്മുടെ വാർഡ് മെമ്പറേ. വാർഡ് മെമ്പർ റാണി ഇവിടെ വന്ന് പറയാൻ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് പറയേണ്ട, ഓരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വന്നിട്ട് ആ തേനീച്ച കൂടെ ഒന്ന് മാറ്റി തരണം. എന്ത് വർത്താനം? ഏത് റാണിക്ക് എന്തൊക്കെയാ പറഞ്ഞുകൂടായി? ഞങ്ങൾ ഈ കാട്ടിലെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാ, നാട്ടിലെ കാര്യങ്ങളല്ല. അതേ ഓള് പറഞ്ഞല്ല, തേനീച്ച മൃഗല്ലേ. തേനീച്ച മൃഗോ? തേനീച്ച മൃഗാണ്. ആരെ പറഞ്ഞേ? ഓള് പറഞ്ഞേ അത് ഫോറസ്റ്റിന്റെ വകുപ്പിൽ പെടുന്നാന്ന് അറിഞ്ഞോളൂ. അപ്പൊ ഓളെ വീട്ടിൽ പോയിരുന്ന കോഴിയൊക്കെ മൃഗ ആയിരിക്കും. കോഴിക്ക് ഇപ്പൊ രോഗം വന്നാൽ മൃഗാശുപത്രിയിലല്ല കൊണ്ടുപോകല്.
ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ഇത് ഞങ്ങളെ സെക്ഷനിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. ഇത് അല്ലല്ല, ഞങ്ങളതിൽ ഒതുക്കൂല. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാലേ കാട്ടിലെ മൃഗങ്ങളെ, അതായത് ആന, പുലി, സിംഹം, അത് നേരെ മറിച്ച് നിങ്ങളെ വീട്ടിലൊരു പുലി വരികയാണെങ്കിൽ അറിയിച്ചോളി, സ്പോട്ടിൽ ഞങ്ങൾ എത്തും. അല്ല സാറേ, പുലിയൊക്കെ വലുതല്ലേ, തേനീച്ചത്രേ ഉള്ളൂ ഇത്. അല്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾ കംപ്ലീറ്റ് ഈ മൃഗങ്ങളെ, ഈ ടാർസനെ കഥ വായിച്ചിട്ടുണ്ടോ നിങ്ങള്? ടാർസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലി, സിംഹം, ആന, കരടി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ മൂപ്പര കമ്പനിക്കാരുള്ളൂ. തേനീച്ചയായിട്ട് സവാസം ഈ ടാർസൻ ഉണ്ടോ? ഇല്ലല്ലോ, ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഈ വനപാലകരും. ആ, അതല്ല, ഈ തേനീച്ചന്റെ പേരെന്താ? തേനീച്ച എന്നാണ് എല്ലാരും പറയണത്. ജാതിയോ? ജാതിയോ? തേനീച്ചക്ക് ജാതി മതം, അത് മനുഷ്യന്മാർക്കുള്ളതല്ലേ. ഉദാഹരണത്തിന് എപ്പിസ് ഫ്ലോറിയ, ചെറിയ തേനീച്ച. എപ്പിസ് സെറാന ഇൻഡിക എന്ന് പറഞ്ഞാൽ എന്താ? വലിയ തേനീച്ച. നിങ്ങൾക്ക് വിവരം ഉണ്ടല്ലോ. അല്ല, ഇത് ചെറുതാകുമ്പോ മറ്റോ വലുതാവുമല്ലോ. എന്റെ സാറേ, ഇത് ഇപ്പൊ പേരെന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ ഐറ്റങ്ങൾ വന്ന് കുത്തിയിട്ടെങ്കിൽ നല്ല കടച്ചിലായിരിക്കും, ഇങ്ങനെ വീർത്തു വരും. ചെറിയ തേനീച്ചയാണെങ്കിൽ നല്ല തേനായിരിക്കും. അല്ല, തേനല്ലല്ലോ ഇപ്പൊ ഇവിടെ വിഷയോ. ഇതിപ്പോ തേനീച്ചനെ ഒഴിവാക്കാനാണല്ലോ നമ്മൾ നോക്കണത്. ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇത് ഫയർഫോഴ്സാ. അതിനാ തീ പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തായാലും ഈ കടന്നലിന് തീ കൊടുത്ത് നശിപ്പിക്കേണ്ട ഫയർഫോഴ്സാണ്. അപ്പൊ തീയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫയർഫോഴ്സാ ചെയ്യാ. അല്ലതിപ്പോ അവിടെ ഇവിടെ അങ്ങനെ പറഞ്ഞു നടന്നാൽ എങ്ങനെയാണ്? തേനീച്ചനെ ഒഴിവാക്കാതെ നടക്കൂല, നാട്ടില് വലിയ പ്രശ്നമായിക്കണേ. അത് ഫയർഫോഴ്സിലാണ് പറയേണ്ടത്, മൂപ്പര് പറഞ്ഞില്ലേ? അങ്ങനെ പറയേണ്ടത് ഇപ്പൊ തേനീച്ചനോ മൂപ്പരിക്കൊന്നും ഒന്ന് നോക്കിയാൽ എന്താണ്? നിങ്ങൾ ഈ തേനീച്ചേനെ ഒഴിവാക്കുക, മൊയ്യില്ലണ മാതിരിയല്ല ഇത്. ഇതിന് കുറെ റിസ്കാ. ഒരു പറഞ്ഞല്ലോ നമുക്ക് ആടെ പോവാന്ന്. പിന്നെ തേൻ കിട്ടുകയാണെങ്കിൽ ലേശം ഇവിടെ ഒന്ന് എത്തിക്കണം. അത് ഞങ്ങളെ വനവകുപ്പാടെ തേന്. അത് ശരി, തേന് മാത്രമേ ഞങ്ങൾ വകുപ്പുള്ളൂ, തേനീച്ചങ്ങൾ വകുപ്പ് പെടൂല. അങ്ങനെയല്ല. അപ്പൊ നമ്മള് ഫയർഫോഴ്സിൽ പോവാം. നമ്മളിങ്ങനെ ഈ താടി മീശയൊക്കെ നീട്ടി ഒരു പോലീസുകാരൻ ആദ്യമായിട്ട് കാണുക. പോലീസുകാരനല്ല, വനവകുപ്പാണ്. അല്ല, ഏത് വകുപ്പായാലും. ഞാന് മലയ്ക്ക് പോകുന്നുണ്ട്, ശബരിമലയ്ക്ക്. ഓ, ശബരിമലക്ക് പോകുന്നുണ്ട്. സൂക്ഷിച്ചു കണ്ടൊക്കെ പോയിക്കോളി, വഴി വളരെ മോശമാണ് കേട്ട്. കവിച്ച് പോയ. അല്ല, ഇനി ഇപ്പൊ നിങ്ങൾ എന്താണ് അങ്ങോട്ട് പോവാ? ഫയർഫോഴ്സിൽ പോവാ. എന്തിനാണ് അവിടെ ഇവിടെ പോയിട്ട് തേനീച്ച എന്തേ? നിങ്ങളല്ല സ്വാമി സാരനാ. അയ്യോ, നിങ്ങക്ക് പറ്റുമോ തേനീച്ചന്റെ? പറ്റൂലെന്ന് പറഞ്ഞില്ല സൂറജ്. പറ്റൂലെന്ന് പറഞ്ഞാല് നാട്ടുകാരന്റെ വായിരിക്കണതൊക്കെ ഒരു സ്റ്റീൽ പാത്രം നിലത്ത് പോണ സൗണ്ട് ഇത് വെറുപ്പിക്കലാണ്. സാറേ, കഴിഞ്ഞ 2 കളി മുട്ടിയെ കിട്ടിയിട്ടില്ല കേട്ടാ. സീനിയർ ഓഫീസർ നല്ല ഒരു വിരപ്പം ഉണ്ടാവണം. കളിക്കുമ്പോ നമ്മ ഒന്നിച്ച് കളിക്കും. ചെറിയ പ്രശ്നം അത് നമ്മള് എപ്പോഴും നോക്കൂല, ചിലപ്പം ജയിച്ചു എന്ന് വരും. ഇത് പറഞ്ഞത് മാത്രം ഒന്ന് ഓർമ്മിച്ചാൽ മതി. ഫയർഫോഴ്സ് അല്ലേ? ഫയർഫോഴ്സ് ആണ്. അതെ. ചീട്ടളിയൊക്കെ കണ്ടപ്പോഴേ ഒരു കാര്യം പറയാണ്ടിനി, അതിന് വേണ്ടി വന്നാ. ഇത് കൊണ്ടല്ലേ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. കണ്ട്. എന്താ കാര്യം? ഒരു മിനിറ്റ്, കളി പിന്നെ ജോലി കഴിഞ്ഞിട്ട് മതി, ബാക്കി കളി. അത് വേറെ ഉണ്ണി ഇരിക്കും. എവിടെയാ തീ പിടിച്ചത്? പറഞ്ഞോ. തീപിടിച്ചല്ല സാറേ, നമ്മളെ പേര് മൊയ്തു. എന്റെ വീട്ടിന്റെ മേലെ ഒരു പ്ലാവിന്റെ മേലെ ഒരു തേനീച്ചക്കൂട് ഉണ്ടായിക്കണം, വലിയ തേനീച്ചക്കൂടാ. അപ്പൊ ഈ തേനീച്ചകള് അയൽവാസികളൊക്കെ പോയിട്ട് കുത്തുക. എല്ലാരെയും കുത്തി, ഇന്നേം കുത്തി, ഇന്റെ ഭാര്യനെയും കുത്തി. അതെ, തേനീച്ചന്റെ പരിപാടി അതാണ്. ഇതെങ്ങനെ കുത്തിക്കൊണ്ട് കുത്തി എന്ന് പറഞ്ഞ സാറേ, കുത്തി കടച്ചല് മൊയ്ക്കുക, ഇങ്ങനെ വീർത്ത് വരിക. ഞാൻ പറയട്ടെ, ഈ തേനം തൊട്ട് നക്കിയ എന്താ അവസ്ഥ? തേന് കിട്ടൂല, അതിന്റെ അടുത്ത് അടുക്കാൻ പറ്റൂല. അമ്മാരി കൂടാണത്. അതിനോട് കളിക്കാം. എന്നിട്ടിപ്പോ നാട്ടുകാരെ മുഴുവൻ കുത്തി, നാട്ടുകാരൊക്കെ പെരയിൽ വന്നിട്ട് പറഞ്ഞ് നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അതെ. അങ്ങനെ നമ്മളിത് വാർഡ് മെമ്പറുടെ അടുത്ത് പറഞ്ഞു, റാണിന്റെ അടുത്ത്. അപ്പൊ നമ്മളെ മെമ്പർ റാണി പറഞ്ഞ് നിങ്ങളിത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പറഞ്ഞാൽ മതി, ഇത് ശരിയാക്കി തരും. അങ്ങനെ ഞാനും പെണ്ണുങ്ങളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയി. സമാധാനം. അല്ല, ആടെ ചെന്നപ്പോ പറയാണ് അത് ഓരോ വകുപ്പല്ല, ഇത് ഫയർഫോഴ്സ് ആണ് ചെയ്യാന്ന്. ഫയർഫോഴ്സ് കത്തിച്ചാളൊന്ന്. അപ്പൊ നിങ്ങൾ പെരയിൽ വന്ന ഒന്ന് കത്തിക്കണം ആ കൂട്. ലോകത്തെവിടെയും ഫയർഫോഴ്സ് കത്തിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടാ? ഇന്ത്യയിലില്ല. നമ്മൾ കെടുത്തറാ പണി. നമുക്ക് കത്തിക്കലില്ല, നമ്മുടെ ഡയറിയിലേ ഇല്ല. കെടുത്തു. പക്ഷെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ കത്തിക്കുന്ന പറഞ്ഞു. നിങ്ങൾ പോയിട്ട് ഒന്ന് കെൻഡത്തുള്ള നിങ്ങൾ എടുക്കാൻ ആദ്യം ഞാനുണ്ടാവും. ഇനി നിങ്ങളെ ഭാര്യ എന്തെങ്കിലും ചുമ്മുണിയായിട്ട് വെച്ചിട്ട് കത്തിച്ചു എന്നിരിക്കാം. അല്ലോ, ഞാനുണ്ടാവും.
ജീവൻ രക്ഷിക്കും ഞാൻ. കത്തിക്കൂലേ? കത്തിക്കൽ നമ്മളെ പണിയല്ല. ഇനിയിപ്പോ നമ്മളിതിനിപ്പോ എന്താ കാട്ട് സാറേ? നിങ്ങൾ പോയിട്ട് ഇപ്പൊ ഒരു കാര്യം ചെയ്യും. ആ, ആളെന്തെങ്കിലും പ്രശ്നങ്ങളാറ്റം പരിപാടി പ്രശ്നങ്ങൾ ഇപ്പൊ ആൾക്കാരൊക്കെ വന്ന് കച്ചരാക്കിക്കണം, എല്ലാരെയും കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കുഴപ്പങ്ങളുണ്ട് ഇപ്പൊ. കൊടുകൈ ഈ ഒറ്റ കാര്യം മതി. ആ, നേരെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി. പ്രശ്നങ്ങൾ തീർക്കുന്ന പോലീസ് സ്റ്റേഷനല്ല, അടിപിടി കാര്യങ്ങള്. ഇനി കൊതുകായാലും കടന്തലായാലും ഇനി എന്ത് സാധനമായാലും അവരെടുത്താന്ന് കാര്യം നടക്കണം. അല്ല, നിങ്ങൾ ഈ പറയുന്ന ഈച്ച ഗാങ് നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് കൂട്ടത്തോടെയാണ് താമസിക്കുന്നത്? കൂട്ടത്തോടെ. ഇവര് രാത്രി കാലങ്ങളിൽ ഇറങ്ങി നിങ്ങളെ ആക്രമിക്കുന്നുണ്ട്? രാത്രി മാത്രല്ല, പകലുണ്ട്. പകല് ഒറ്റയ്ക്കും തെറ്റയ്ക്കൊക്കെ വന്നിട്ടുള്ളൂ, രാത്രി കൂട്ടായിട്ടാ. ഈച്ച ഗാങ്. സുബൈറേ, സുബൈറേ, ഇവരിത് എവിടെ പോയി കിടക്കുക? നമ്മുടെ ഈ പഞ്ചായത്തിലെ ഈ ഈച്ച ഗാങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗാങ് കൊട്ടേഷൻ സംഘത്തിലുണ്ടോ? പുലിസുനിയുണ്ട്, കടുവശങ്കരനുണ്ട്. അല്ല, അതെനിക്കറിയാം. കാരണം നമ്മുടെ ഈ പഞ്ചായത്തിലെ കടുവശങ്കറിന്റെ ഒരു ഗാങ് ഉണ്ട്, പുലിസുനിയുടെ ഒരു ഗാങ് ഉണ്ട്. പക്ഷെ ഈച്ച ഗാങ് പറഞ്ഞിട്ടൊരു ഗാങ് ഇതുവരെ ഇവിടെ കംപ്ലൈന്റ് വന്നിട്ടില്ല. സാറേ, ഈ ഈച്ച എന്ന് പറഞ്ഞാല് തേനീച്ചയാണ്. തേനീച്ചയാണ് അത്. നമ്മളെ പെരേന്റെ പ്ലാവിന്റെ മേലെ വലിയ കൂട് വെച്ചിട്ട് ആടുന്ന് ഇറങ്ങി വരുന്ന. താൻ എന്താ ആളെ പൊട്ട കളിപ്പിക്കുക? ഈ തേനീച്ച തന്റെ വീട്ടിൽ ആക്രമിക്കണേനാണോ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കംപ്ലൈന്റ് ചെയ്യണേ? സാറേ, എന്നെ മാത്രമല്ല, നാട്ടുകാരൊക്കെ ആക്രമിക്കുന്നുണ്ട്. നാട്ടുകാരെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പം എന്താ പോലീസുകാർക്ക് തേനീച്ച പിടിക്കലാണോ പണി? അല്ല സാറേ, ഈ പൊതുജനങ്ങളുടെ സമാധാനവും സ്വൈര്യമൊക്കെ തകർക്കുന്നവരെ ഇതാക്കണത് നിങ്ങളെ ജോലിയല്ലേ? അവിടുത്തെ പൊതുജനങ്ങളുടെ സമാധാനം തീർക്കുന്ന ആരാ? തേനീച്ചല്ലേ? തേനീച്ച. ഈ തേനീച്ചനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യണം. എന്തോരം തേനീച്ചണ്ടോ ഇവരൊക്കെ ഇടാനുള്ള ലോക്കപ്പ് ഉണ്ട് അവിടെ. അറസ്റ്റ് ചെയ്യണ്ട, എങ്ങനെയും നശിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു പണി നിങ്ങൾക്ക് ചെയ്തൂടെ? പോലീസിന്റെ പണിയാണോ തേനീച്ചനെ നശിപ്പിക്കല്? അല്ല സാറേ, ഇതിപ്പോ അവിടെ ആകെ പ്രശ്നമായിക്കണേ. നാട്ടുകാരൊക്കെ എനിക്കെതിരെ കേസ് കൊടുക്കും, പോലീസിൽ പരാതി കൊടുക്കും എന്നൊക്കെ പറയണ്ടേ. എല്ലാരും ഇടങ്ങാറായിക്കണം, അതാണ്. അപ്പൊ താൻ പറയണ പോലെ നാട്ടുകാരുടെ പരാതി അനുസരിച്ച് ഞാൻ അവിടെ വന്നാൽ ഇയാളെ പിടിച്ചകത്തിരണ്ട് വരും. അല്ലോ, അതിന് എടോ, ഇയാളുടെ പറമ്പിലല്ലേ ഈ തേനീച്ച കൂടുള്ളത്? അപ്പൊ പരാതി പ്രകാരം തന്നെ പിടിച്ച് അകത്തിടണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ തേനീച്ച കൂടെ അവിടുന്ന് മാറ്റി ക്രമസമാധാനം പാലിക്കണം. മനസ്സിലായ? സാറ് നമ്മൾ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല. ഇയാൾ എത്രയും പെട്ടെന്ന് നശിപ്പിക്കണം, ഇല്ലെങ്കിൽ ഞമ്മന്ന് തന്നെ പിടിച്ച് അകത്താക്കും. ഇറങ്ങി പൊക്കി അവിടുന്ന്. എന്തൊരു കഷ്ടാണ് റബ്ബേത്. തേനീച്ചനൊക്കെ ഞങ്ങൾ പിടിച്ചു കൊല്ലണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കളിയാക്കണ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിടിക്കണം എന്നല്ല സാറേ, ഞാൻ എന്തെങ്കിലും കാട്ടിക്കോളാം. നിങ്ങൾക്ക് നിങ്ങളെ വകുപ്പല്ലല്ലോ. ഞങ്ങളുടെ വകുപ്പല്ല, ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി, കഷ്ടാണ് റബ്ബേ. ഏടിയാ നീ ഞാൻ പോയി പറയും. എടോ, ഇയാൾക്ക് ഈ തേനീച്ചനെ കൂടുവെച്ച് പിടിച്ച് തേൻ സ്വരൂപിക്കുന്ന വല്ല പണി അറിയോ? തേൻ കുടിക്കാറുണ്ട് സാർ. തേന് മാത്രമേ കുടിക്കൂ അല്ലേ? അങ്ങനെയല്ല സാർ, വല്ലപ്പോഴും കമ്പനി കൂടുമ്പോ രണ്ടെണ്ണം അടിക്കാറുണ്ട്. കമ്പനി അടിച്ചിട്ട് തേൻ കുടിക്കും? തേൻ മാത്രമല്ല, വൈനൊക്കെ കുടിക്കാറുണ്ട്. വൈൻ മാത്രമേ കുടിക്കും? അങ്ങനെയല്ല. ആ കൈയെടുക്കാടു. എന്തെങ്കിലും ഒരു കാര്യം ഫ്രണ്ട്ലിയായിട്ട് പറയുമ്പോ നേരെ ഇവിടെ കയറി ഇരുന്നോണം കേട്ടാ. തേനീച്ച പിടിക്കുക പോലീസ്.